അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട പോരിശകളുടെ പേമാരി വർഷം, ബറക്കത്തിൻ്റെ, റഹ്മത്തിൻ്റെ, ഇജാബത്തിൻ്റെ, സലാമത്തിൻ്റെ, അള്ളാഹുവിൻ്റെ മനോഹരമായ നിഅമത്തുകൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ബറാഅത്തു രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് ബാങ്കോടെ നമ്മൾ കയറാൻ പോവാം. ഈ പരിശുദ്ധ രാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാലങ്ങളായി പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധ അമലില്ലേ, 3 യാസീൻ പാരായണം. ഈ യാസീൻ പാരായണം ചെയ്യുന്നവർ അത് കൃത്യമായാൽ ഒരു ലൈഫിൽ മുഴുവൻ ലാഭം നമുക്ക് കിട്ടാൻ പോവുക. അതിൽ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും അതിൻ്റെ ഫലമൊന്നും കിട്ടാത്ത, നമ്മൾ ഓടിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫലവും കിട്ടിയില്ല. അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. അത് നിർബന്ധമായി ഈ ഒരു ടൈമിൽ അറിയേണ്ടതാണ്. എന്താ കാരണം? ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത ശഅബാനിൽ ഉപയോഗപ്പെടുത്താൻ എത്ര പേർക്ക് അവസരം ഉണ്ടാകും. അല്ലാഹു നമുക്കൊക്കെ ഒരുപാട് ശഅബാനിൽ അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കണം. കമൻറ്റ് മസ്റ്റാണ്. കേട്ടാൽ കമൻറ്റ് നിർബന്ധമാണ്. എന്താ കമൻറ്റും ലൈക്കും എന്തിനാ? ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ കോൺടാക്ട്സിലുള്ളവർക്കൊക്കെ നമ്മൾ അയക്കാൻ പറ്റുന്നവർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അൽഹംദുലില്ലാഹ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാശലോകത്ത് മലക്കരുടെ പെരുന്നാൾ പോലും ഇന്നത്തെ രാവിലാണ്. ഈ രാവിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട അമൽ എന്താണെന്നറിയൂ? നമ്മൾ ആഗ്രഹിച്ച് താല്പര്യത്തോടെ ഇരിക്കുന്നത് പരിശുദ്ധമായ സൂറത്ത് യാസീനിൻ്റെ പാരായണമാണ്. അതെങ്ങനെ പാരായണം ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ കൂലി കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, 5 തെറ്റുകൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ വരുന്നവർക്ക് ഒന്നിരിക്കൽ അതിൻ്റെ കൂലി പൂർണ്ണമാകില്ല, അല്ലെങ്കിൽ പലപ്പോഴും കൂലി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ യാസീൻ പാരായണം ചെയ്യുന്നവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു മാറ്ററാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇനി ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിലുള്ള ഒരുപാട് സഹോദരിമാർ ചോദിച്ചു, ഉസ്താദ് ഞങ്ങൾക്ക് ബറാഅത്ത് രാവ് നഷ്ടപ്പെടും. ഒരിക്കലും നഷ്ടപ്പെടില്ല. അള്ളാഹു ആണല്ലോ ഇന്ന് ഖുർആൻ ഓതണ്ട എന്ന് പീരീഡ്സിലുള്ളവരോട് പറഞ്ഞത്, ദീൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂലി നഷ്ടം അവർക്കാണ് ലാഭം. കാരണം ഓതുന്നത് തെറ്റുകൂടാതെയും അതിൻ്റെ അദബുകളും മര്യാദയും പാലിച്ച് കൂലി മുഴുവൻ നേടാൻ പ്രയാസമാണ്. മറ്റുള്ളവർക്കോ ഓതാൻ പറ്റാത്ത പീരീഡ്സ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അതിന് പകരം അവരെന്ത് ചെയ്യുക? 3 നിയ്യത്തുകളും വെക്കുമല്ലോ. നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ്സ് ആഫിയത്തോടുകൂടെ, അതേപോലെ തന്നെ റിസ്ക്, ഉപജീവന മാർഗത്തിൽ വിശാലത കിട്ടാൻ വേണ്ടി, നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കാനും മരിച്ചവർക്ക് കൂലി കിട്ടാനും ഈ 3 നിയ്യത്തിൽ എന്ത് ചെയ്യുക? 100 സ്വലാത്ത് വീതം, നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ഒരു 100 എണ്ണം വീതം നമ്മൾ നിയ്യത്ത് ചോദി വരുന്നാൽ മതി. ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് പ്രത്യേകം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ആദ്യമായിട്ട് പരിശുദ്ധമായ മുസ്ഹഫ് ഖുർആൻ അത് നമ്മൾ എടുക്കുന്നതിൽ, അതിൽ നോക്കുന്നതിൽ, അത് നെഞ്ചോട് ചേർക്കുന്നതിലെല്ലാം പരിശുദ്ധമായ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ് എന്ന് നിർബന്ധമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും വല്ലാത്ത ഫളിലാണ്. കാരണം അള്ളാന്റെ കലാമല്ലേ. അതുകൊണ്ട് നിർബന്ധമായും ഒളൂവോടുകൂടെ കാമിലായിട്ട് നമ്മൾ തല്ലിപ്പടച്ച് ഒളു കൊടുക്കരുത്. ഒളു സമയമെടുത്ത് പൂർണ്ണമായിട്ട് സുന്നത്ത് പാലിച്ച് ഒളു കൊടുക്കുക. ഖുർആൻ ഓതാൻ വേണ്ടി, യാസീൻ ഓതാൻ വേണ്ടി ഇന്നത്തെ രാവിൽ. എന്നിട്ടോ നമ്മൾ മുസ്ഹഫിലേക്ക് നിർബന്ധമായിട്ട് നോക്കണം. ഇന്ന് ദയവ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് യാസീൻ ഓതുന്ന ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കരുത്. നിർബന്ധമായിട്ട് മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുക. അത്ര മനോഹരമാണ്. ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. വെറുതെ ഒരാൾ ചുമ്മാ ഇരിക്കുക, അപ്പോൾ ഇങ്ങനെ മുസ്ഹഫ് തുറന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നോക്കി, അയാൾക്ക് ഓതാൻ അറിയാം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ, രണ്ടാണെങ്കിലും ചുമ്മാ ഇങ്ങനെ നോക്കി, എത്ര കൂലിയാണ് അല്ലേ? മരണം വരെ കണ്ണിന് ഓപ്പറേറ്റ് ചെയ്യേണ്ടെന്ന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു സ്വഹാബത്തിനോട്? നിങ്ങൾ മുസ്ഹഫിലേക്ക് നോക്കി നിന്നാണ്. എത്ര കൂലിയാണ്. അതുകൊണ്ട് മുസ്ഹഫിലേക്ക് നോക്കി ഓതുന്നത് മസ്റ്റാക്കണം. ഫോൺ ഇന്ന് മാറ്റി വെക്കണം, നിർബന്ധമാണ്. മുസ്ഹഫിലേക്ക് നോക്കി ഓതണം. നോക്കി ഓതിയാലോ ഒരു യാസീൻ ഓതുന്നതിന് എന്താ കൂലി എന്നറിയോ പ്രിയപ്പെട്ടവരെ? 12 ഖത്ം ഓതുന്ന കൂലിയാണ്. എന്താ പറഞ്ഞ്? 12 ഖത്ം ഓതുന്ന കൂലിയാണ് ഒരു യാസീൻ ഓതിയാൽ. അപ്പോൾ ഇന്ന് 3 യാസീന ഓതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ നോക്കിയാണ് ഓതുന്നതെങ്കിലോ, ഒരാൾ നോക്കിയാണ് ഓതുന്നത്, അയാൾക്ക് 7 ഇരട്ടി കൂലിയാണ്. അപ്പോൾ 12 × 7 ഒരു യാസീനിന്, അങ്ങനെ 3 യാസീൻ. എത്ര ഖത്മോദിയ കൂലിയ കിട്ടുന്നത്? നമ്മൾ നോക്കുന്നത് ഒഴിവാക്കിയ എല്ലാവരുടെ കൂടെ ഓതുന്നവരുടെ പള്ളിയിലൊക്കെ ചുമ്മാ കാണാതെ ഒരിക്കലും ചെയ്യരുത്. കൂടെ ഓതിയാലും ഒറ്റക്ക് ഓതിയാലും നിർബന്ധമായും ഓതാൻ പറ്റുന്നവർ, ശുദ്ധിയുള്ളവരൊക്കെ മുസ്ഹഫിൽ നോക്കി ഓതണം. അത് മസ്റ്റാണ്. പിന്നെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. 3 യാസീൻ മുത്തവാലിയായിട്ട് ഓതിപ്പോരണം.
ഒരു യാസീൻ ഓതിയിട്ട് പിന്നെ അടുക്കളയിൽ പോയി, പിന്നെ അവിടെ വേറെ സംസാരം, പിന്നെ ഫോണിലൊന്ന് നോക്കിയിട്ട് ആരെങ്കിലും വാട്സപ്പിൽ വിട്ടിട്ടുണ്ടോ, ആരാ വിളിക്കുന്നത്, ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇടയിൽ സംസാരിക്കാനോ ഫോൺ നോക്കാനോ ഉണ്ടാകരുത്, മറ്റു പണിയിലേക്ക് പോകരുത്, തുടർച്ചയായിട്ട് പാരായണം ചെയ്യണം. നിയ്യത്ത് കൃത്യമാകണം. അറിയാലോ, ദീർഘായുസ് വേണ്ടി നമുക്കും വേണ്ടപ്പെട്ടവർക്കും ആഫിയത്തോടെ ദീർഘായുസ്, ചുമ്മാ ദീർഘായുസല്ല, പിന്നെ റിസ്ക്, ഉപജീവനമാർഗം, കച്ചവടം, വരുമാനം, ഭക്ഷണം, വസ്ത്രം, എല്ലാറ്റിലും കുടുംബത്തിലടക്കം വിശാലത കിട്ടാൻ വേണ്ടി. മറ്റൊന്ന് ഈമാൻ സലാമത്തായി മരിക്കാനും നമ്മുടെ മരിച്ചുപോയ ആളുകൾക്കും പ്രത്യേകം നിയ്യത്ത് ചെയ്യാം. അൽഹംദുലില്ലാ അങ്ങനെ പാരായണം ചെയ്യാം. സാധാരണ യാസീൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും വരുന്ന സർവ്വസാധാരണമായി വരുന്ന ചില തെറ്റുകളാണ് ഇന്ന് സൂചിപ്പിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഫസ്റ്റ് വൺ യാസീനിൻ്റെ ഒന്നാമത്തെ ആയത്തുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വൺ വരുന്ന ആയത്ത് എന്താ? യാസീൻ എന്ന് പറയുന്ന ആയത്താണ്. ഈ ആയത്തിലാണ് ഇന്നത്തെ രാവിലെ ഭൂരിഭാഗം ഉമ്മത്തിൻ്റെയും യാസീൻ ബാത്തിലാകുന്നത്. ഒരു കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ഖുർആൻ്റെ ശാപം കിട്ടിപ്പോകും. കാരണം ഖുർആൻ വഹീൻ്റെ വാക്കാണ്. അത് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് നടത്തിയാൽ പോരാ, അത് ഓതണം, ഖിറാഅത്ത് നടക്കണം. അതെങ്ങനെയാണോ ജിബ്രീൽ സ്വലാത്തു വസ്സലാം പുണ്യ റസൂൽ ഓതി കേൾപ്പിച്ചത്, അങ്ങനെയാണ് തലമുറയായി ഉസ്താദുമാരിലൂടെ നമ്മൾ പഠിച്ചത്. അത് അങ്ങനെ തന്നെ ആകണം, പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കും. യാസീൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഓതുന്നത് യാഇന് നീട്ടം കൊടുത്തിട്ട് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ബാത്തിലാണ്. ഫസ്റ്റ് ആയത്ത് ബാത്തിലായി, പിന്നെ അങ്ങോട്ടുള്ളത് പ്രതീക്ഷിക്കണോ? വേണ്ട. അങ്ങനെ ഒരുപാട് നീട്ടുന്ന ശൈലി ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് സീനാണ് നീട്ടുന്നത്. മദ് ലാസിം എന്ന് പറയും, വിശദീകരിക്കുന്നില്ല. നിർബന്ധമായി നീട്ടേണ്ട ഒരു മദ്ദാണ്. 6 ഹറക്കത്ത്, 3 അലിഫിന്റെ ഖദർ, അത്രയും നീട്ടണം നമ്മൾ. അപ്പോൾ സീൻ നീട്ടണം കൂടുതൽ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അൽഹംദുലില്ലാ, എത്ര മനോഹര. യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഇങ്ങനെയാണ് അധികം ആളുകൾ ഓതുന്നത്. പോരാ, ഇന്നങ്ങനെ ഉണ്ടായാൽ നഷ്ടമാകും. യാസീൻ വൽ ഖുർആനിൽ ഹകീം. അപ്പോൾ യാസീൻ അങ്ങനെ തുടങ്ങണം, അങ്ങനെ തുടങ്ങണം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, അടുത്ത നമ്മൾക്ക് ഭൂരിഭാഗത്തിനും തെറ്റുവരുന്ന ഒരു ഭാഗമാണ് പരിശുദ്ധമായ സൂറത്ത് യാസീനിൻ്റെ 9-ാമത്തെ ആയത്ത്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇവിടെ വരുന്ന തെറ്റെന്താണെന്നറിയോ? ഭൂരിഭാഗം ആളുകൾ ഇവിടെ ഓതുന്നത് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇങ്ങനെ ഓതുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ വേറൊരു വിഭാഗം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. രണ്ടും ശരിയല്ല, രണ്ടും ശരിയല്ല. യഥാർത്ഥത്തിൽ അവിടെ വഖഫ് വരുന്നില്ല. എവിടെ? സദ്ദാ എന്നവിടെ വഖഫ് വരുന്നില്ല. പിന്നെ ശ്വാസം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് നിർത്താം. പക്ഷേ നമ്മൾ എടുത്തോതണം. ചേർത്തി ഓതിയാലോ സദ്ദാ എന്നുള്ള നീട്ടിലല്ല ഓതേണ്ടത്. സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ അങ്ങനെ നീട്ടി നമ്മൾ ചേർത്തി ഓതാൻ പാടില്ല. ഓതേണ്ട ശരിയായ രീതി ഞാൻ പറയാം. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. രണ്ടും ചേർക്കണം. ഏറ്റവും നല്ലത് അതാണ്. ഇനി നിർത്തിയാലോ പിന്നെ എടുത്ത് നമ്മൾ ഓതണം. وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഇങ്ങനെയാണ് ഓതേണ്ടത്. കൂട്ടി ഓതുമ്പോൾ ഒരിക്കലും സദ്ദാ എന്ന് കൂട്ടി സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ നീട്ടി പറയാൻ പാടില്ല. അത് പ്രത്യേകം ഓർക്കണം. ഇനി ഒരുപാടുണ്ട്, ഞാൻ വളരെ ഷോർട്ടാക്കി. അധികവും സംഭവിക്കുന്ന ചില പാകപ്പിഴവുകളാണ് പറയുന്നത്. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം പരിശുദ്ധമായ സൂറത്ത് യാസീൻ്റെ 36-ാമത്തെ ആയത്താണ്. എന്ന് കേട്ടോളൂ. 36-ാമത്തെ ആയത്ത് നമുക്കൊക്കെ മനപ്പാടാണല്ലോ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഈ ഒരു ഭാഗം ഇത് 36-ാമത്തെ ആയത്താണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ. വളരെ ശ്രദ്ധിക്കണം.
ഇത് നമ്മൾ സാധാരണ ഓതി പോകുന്നത്, നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് അങ്ങനെയാകാൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ ഖലഖൽ അസ്വാജ ഖലഖൽ ലസ്വാജ ലാ കൊണ്ട് പറയുന്നുണ്ട്, ഭീമമായ അബദ്ധമാണ്, തെറ്റാണ്. അവിടെ ലാമ് വരാൻ പാടില്ല. പലപ്പോഴും അത് വലിയ പ്രശ്നമായിട്ട് വരും. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖലഖൽ അസ്വാജ ലായല്ല, ഖലഖൽ അസ്വാജ, അലിഫാണ്, ഹംസയാണ്. ഖലഖൽ അസ്വാജ, അങ്ങനെ തന്നെ ഓതി ശീലിക്കണം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു. അടുത്ത ഒരു പ്രശ്നം അവിടെയാണ്. തുംബിതുൽ അർളു, ലർളു ലാമ കൊണ്ട് പറയും, ലർളു അല്ല, ബാത്തിലാണ്. പിന്നെയോ മിമ്മാ തുംബിതുൽ അർളു, തുംബിതുൽ അർളു അവിടെയും അലിഫാണ്, ഹംസാണ്. തുംബിതുൽ അർളു അല്ല, ഹലക്കൽ അസ്വാജ അല്ല, ഹലക്കൽ അസ്വാജ. അതാണ് 36-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ 52-ാമത്തെ ആയത്താണ്. ഭൂരിഭാഗത്തിനും പെശക് വരുന്നതാണ്, ഓതി കൊടുക്കുന്നവർക്കും പോലും പെശക് വരുന്നുണ്ട്. അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഈ ഒരു ഭാഗത്ത് അവിടെ നമ്മുടെ മുസ്ഹഫിലേക്ക് ഒരു സീൻ കൊടുത്തിട്ടുണ്ടാവും. എവിടെ? മിൻ മർഖദിനാ, മിൻ മർഖദിനാ. ആ നാ എന്ന് പറയുന്നതിന്റെ നൂനിന്റെ മുകളിൽ ഒരു സീൻ കൊടുത്തിട്ടുണ്ടാവും. ചിലവിൽ ഖില വഖഫ് ചെയ്യാം എന്ന് കൊടുത്തിട്ടുണ്ടാവും. പുതിയ ഗൾഫ് മുസ്ഹഫിലൊക്കെ. നേരത്തെ നമ്മുടെയൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ സീൻ മാത്രമാണ് കാണുന്നത്. അവിടെ എന്താ? സീൻ സക്കത്ത എന്നാണ്, ഒന്ന് അടങ്ങണം. അവിടെ ഒരിക്കലും ചേർക്കാൻ പാടില്ല. അത് മീനിങ് നോക്കുമ്പോൾ അങ്ങനെയാണ്, അത് ഖിറാഅത്തിന്റെ വദഅ അങ്ങനെയാണ്. ഒരിക്കലും അവിടെ ചേരാൻ പാടില്ല. ചേരാൻ പാടില്ലാത്ത ഒരു മീനിങ് അവിടെ വരുന്നത്. അതുകൊണ്ട് സാധാരണ സംഭവിക്കുന്നത് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ. അവിടെ നിർത്തുന്നേ ഇല്ല. സക്കത്ത വളരെ മസ്റ്റാണ്. എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ അവിടെ വഖഫിന്റെ അടയാളം കണ്ടെങ്കിൽ നമ്മൾ വഖഫ് ചെയ്യും. അപ്പോ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ നിർത്തണം, മസ്റ്റാണ്. ഇനി വഖഫല്ല, സക്കത്ത് തന്നെ. നമ്മൾ ഏറ്റവും നല്ല സക്കത്തയാണ്. അതായത് ശബ്ദം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, വോയിസ് മാത്രം നിൽക്കണം, ശ്വാസം വിടരുത്, ശ്വാസം നിൽക്കരുത്. അതാണ് സക്കത്ത. ശബ്ദം മാത്രം നിൽക്കണം, ശ്വാസം പിടിച്ചു വെക്കണം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ചേർത്തി ഓതാൻ ഒരു വകുപ്പിലും ഒരു വകുപ്പില്ല. അപ്പോ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഇപ്പൊ ഞാൻ ശബ്ദ വോയിസ് മാത്രമേ നിർത്തിയുള്ളൂ, ശ്വാസം നിർത്തിയില്ല, ചേർത്തി ഓതിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ചേരാൻ പാടില്ല. വഖഫ് ചെയ്താൽ ശബ്ദവും ശ്വാസവും നിർത്താം. ഇനി സക്കത്ത് ഏറ്റവും നല്ലത് ശബ്ദം മാത്രം നിർത്താം, ശ്വാസം നിർത്താതെ കണ്ടിന്യൂ ചെയ്യുക. അത് എപ്പോഴും ഓർമ്മ വേണം. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ പാടില്ല, ഓർക്കണം അത്. ഇനി നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും സംഭവിച്ചു പോകുന്ന മറ്റൊരു പ്രശ്നം ഏതായത്തിലാണെന്നറിയോ? സൂറത്ത് യാസീനിന്റെ 62-ാമത്തെ ആയത്താണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അവിടെ നമ്മൾ എങ്ങനെ ഓതുന്നത്? സാധാരണ നമ്മൾ ഓതുന്നതൊന്നും മനസ്സിൽ കൊണ്ടുവന്ന് വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ. കസീറ അഫലം തകൂൻ, അങ്ങനെ നീട്ടിയാ പോകുന്നത്. കസീറ അങ്ങോട്ട് നീട്ടിയിട്ട് കസീറ അഫലം തകൂനു. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അവിടെ ഒരാൾ നിർത്താണെങ്കിൽ എന്ത് ചെയ്യാം? കസീറ എന്ന് നിർത്താം. അവിടെ വഖഫൊന്നും കാണുന്നില്ല, അവിടെ വഖഫ് കാണുന്നുണ്ട്, സ്വീല ചേർക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ള വഖഫാണ്. അപ്പോൾ ചേർത്തി തന്നെ ഓതാം, അത് ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെ ഓതണം നമ്മൾ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അങ്ങനെ ചേർത്തി ഓതേണ്ടത്. കസീറ അഫലം തകൂനു തഅഖിലൂൻ എന്ന് അങ്ങനെ ചേർക്കാൻ പാടില്ല. നിർത്തിയാൽ കസീറ എന്ന് പറഞ്ഞ് നിർത്താം, ചേർക്കുകയാണെങ്കിലോ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അപ്പോൾ ശരിയായി ഓതേണ്ടത് വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. അൽഹംദുലില്ലാഹ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാടുണ്ട്. മാക്സിമം നമ്മൾ അതാണ് നോക്കി ഓതണം. അത് 7 ഇരട്ടി കോലയാണ്. ഖുർആൻ നോക്കി ഓതിയാൽ 1000, ഖുർആൻ നോക്കാതെ ഓതിയാൽ 1000, നോക്കി ഓതിയാൽ 2000. അങ്ങനെയൊക്കെ ഉലമാ പറയുന്നത്.
വലിയ മഹത്വമാണ്. അപ്പോൾ മഹത്വമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഭാഗം നമ്മളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് അടയാളം വെക്കണം. എന്നിട്ട് അൽഹംദുലില്ലാഹ് തെറ്റുകൂടാതെ ഓതണം. ഇനി പരിശുദ്ധമായ ഖുർആൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫോണിൽ ഖുർആൻ ഉണ്ട്, ആപ്പ് ഉണ്ട്. പക്ഷേ അത് അള്ളാഹു നമുക്ക് ഒന്നും ഇല്ലാതെ സമയത്ത് ഓതാനും പിന്നെ നമുക്ക് മുസ്ഹഫ് കിട്ടാത്ത സമയത്തൊക്കെ ഓതാനാണ്. നമ്മൾ ചെയ്യുന്നത് എന്താ, പള്ളിയിൽ പോലും 1000 മുസ്ഹഫ് ഇരിക്കുന്നുണ്ട് ഷെൽഫിൽ, നമ്മളതിൻ്റെ താഴെ ഇരുന്നിട്ട് മൊബൈൽ തോണ്ടുന്ന പതിവ് ഒരിക്കലും ഉണ്ടാകുന്നു. പള്ളിയിൽ മുസ്ഹഫ് എടുക്കണം, വീട്ടിൽ മുസ്ഹഫ് എടുക്കണം. വീട്ടിൽ പൊടി പിടിച്ച് മുസ്ഹഫ് ഇരുന്നാൽ എന്തു ബർക്കത്തേടാ. പുരതാമസത്തിൻ്റെ അന്ന് ഉമ്മാമ കൊണ്ടുപോയി മുകളിൽ കയറ്റി വെച്ചത് ആദ്യം മുസ്ഹഫ് കൊണ്ട് കയറണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഇരുന്ന ഇരിപ്പ പൊടി പിടിച്ചിരിക്കുകയാണ്. എത്ര മര്യാദകേടാണ്. ഇന്ന് മുസ്ഹഫ് കയ്യിലേക്ക് എടുത്തിട്ട് അള്ളാഹുവേ പരിശുദ്ധമായ മുസ്ഹഫിന്റെ ബറക്കത്ത് കൊണ്ട്, യാസീന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഒരമലും വേണ്ട, അത് മതിയാകും. ഇത്ര വലുതല്ലേ അള്ളാഹുവിന്റെ കലാം. ഞാൻ പറഞ്ഞില്ലേ, ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഓതണം. നമ്മൾ സിറ്റ് ഔട്ടിലിരുന്നും സെറ്റിലിരുന്നൊക്കെ ഓതും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖിബലയിലേക്ക് തിരിയാൻ വേണ്ടി ശ്രമിക്കണം പരമാവധി. നമ്മൾ തഹിയ്യാത്തിലേക്ക് ഇരുന്ന് കാലുകൊണ്ട് വെയ്യുന്നവർക്ക് അതാ ഏറ്റവും നല്ലത്. അങ്ങനെ പാരായണം ചെയ്യണം. മുസ്ഹഫ് വലത് കൈ കൊണ്ടാ എടുക്കാൻ പാടുള്ളൂ, വലത് കൈ കൊണ്ടാ വയ്ക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് കൊടുക്കുന്നത് വലത് കൈ കൊണ്ടാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും വലത് കൈ കൊണ്ടാണ്. മുസ്ഹഫ് ഇടത് കൈ കൊണ്ട് എടുക്കാനേ പാടില്ല. 2 കൈ കൊണ്ട് നമുക്ക് പിടിക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ വിരൽ കൊണ്ട് അടയാളം വെച്ചിങ്ങനെ ഓതി പോകുമല്ലോ, അതും നമ്മൾ കൊണ്ടുവരേണ്ടത് വലത് കൈ തന്നെയാണ്. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ഹഫ് കയ്യിലെടുത്താൽ ഉടൻ മുസ്ഹഫ് ചുംബിക്കണം. എത്ര മഹത്വമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ചുംബനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ചുംബനം ഹജറുൽ അസ്വദ് മാത്രമല്ല, മുസ്ഹഫ് ചുംബിക്കൽ സുന്നത്ത. മുസ്ഹഫിന് ഒരു മുത്തം കൊടുക്കണം, ഓതുന്നതിന് മുമ്പ് ഓതി കഴിഞ്ഞിട്ടൊക്കെ ഒരു മുത്തം കൊടുക്കണം. വല്ലാത്ത കൂലിയാണ്. മാത്രമല്ല ഉമിനീര് കൊണ്ട് മുസ്ഹഫ് മറിക്കുക ഒരിക്കലും പാടില്ല. അശ്രദ്ധ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെയാണ് ചുമ്മാ ഉമിനീര് തൊട്ടിട്ട് മുസ്ഹഫ് ഇങ്ങനെ പേജ് കിട്ടാത്തപ്പോൾ ഹറാമാണ്, കുറ്റം കിട്ടും. മുസ്ഹഫ് തൊട്ടില്ലെങ്കിൽ ഒരു കുറ്റം കിട്ടൂല. ഇന്ന് ബറാത്ത് രാവിലെ ഒരു യാസീൻ ഓതിയില്ല, കുറ്റമൊന്നും കിട്ടൂല, ആ കൂലി കിട്ടൂല എന്നുള്ളൂ. പക്ഷേ തുപ്പലം തൊട്ടിട്ട് മുസ്ഹഫ് ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ലൈവായിട്ട് നേരിട്ട്. അള്ളാഹു കാക്കട്ടെ. അറിയില്ലാത്തത് കൊണ്ടാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുസ്ഹഫ് അരയുടെ താഴേക്ക്, നമ്മൾ ഇപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ മുസ്ഹഫ് എടുത്തുകൊണ്ട് അൽക്കഫൊക്കെ ഓതാൻ വരുന്ന ആളുകൾ ഈ പത്രം പിടിക്കുന്ന പോലെ താഴേക്ക് ഇങ്ങനെ തൂക്കി പിടിക്കുന്ന അവസ്ഥ. അരയുടെ താഴേക്ക് വരാൻ പാടില്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് വലത് കൈ കൊണ്ട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കണം എന്നാണ്. അരയുടെ താഴ്ഭാഗത്തേക്ക് വരാൻ പാടില്ല. മുസ്ഹഫ് തൂക്കി പിടിക്കാൻ പാടില്ല. അതേപോലെ മുസ്ഹഫ് താഴെ വെക്കാൻ പാടില്ല. ഉയർന്ന സ്ഥലം തലയണ വെക്കണം, അല്ലെങ്കിൽ റൈഹാൻ വെക്കണം. കൈ പിടിക്കല ഏറ്റവും നല്ലത്. കൈ പിടിച്ചാൽ ഭയങ്കര കൂലിയല്ലേ. മുസ്ഹഫ് ചുമക്കാന്ന് പറഞ്ഞാൽ വലിയ കൂലിയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി കയ്യിലൊക്കെ പിടിച്ച് ഓതുക, ഉയർന്ന സ്ഥലത്ത് വയ്ക്കുക, അവിടെ വെച്ചിട്ട് ഓതുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മൾ മുസ്ഹഫ് വയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വെക്കണമെന്നറിയോ? ഫാത്തിഹ മുകളിൽ വരുന്ന തരത്തിൽ വെക്കണം. അങ്ങനെയാണല്ലോ ഫാത്തിഹ മുതൽ അന്നാസ് വരെ. തിരിച്ചല്ല, അന്നാസ് മുകളിൽ വന്ന് സൂറത്ത് നാസ് മുകളിൽ വരുന്ന ഈ ഭാഗമല്ല വെക്കേണ്ടത്. പിന്നെ ഫാത്തിഹ മുകളിൽ വരുന്ന ഭാഗത്താണ് നമ്മൾ മുസ്ഹഫ് വെക്കേണ്ടത്, അങ്ങനെ ഇരിക്കേണ്ടത്. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് യാസീൻ ഓതിയാൽ അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു വാക്ക് പോലും നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ രാവിലെ എല്ലാവരെയും ഓർക്കും, പ്രത്യേകിച്ച് കമൻറ്റിൽ വരുന്നവരെ ഇന്ന് പ്രത്യേകം ഓർക്കും. ഇന്ന് അൽഹംദുലില്ലാഹ് പറ്റുമെങ്കിൽ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്കൊരു യാസീൻ ഇഷ കഴിഞ്ഞിട്ട്, നമ്മൾ 3 യാസീനൊക്കെ ഓതും. ഇഷ കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർക്ക്, അവർക്ക് വേണ്ടേ? മരിക്കാൻ നോക്കിയിരിക്കുകയാണോ യാസീൻ ഓതാൻ? വേണ്ട. ജീവിച്ചിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട കാരണവന്മാർക്കും മാതാപിതാക്കളും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാം, അതേപോലെ മരിച്ചുപോയവർക്കും നിയ്യത്ത് ചെയ്ത് ഒരു യാസീൻ ഓതി നമുക്ക് ലൈവായി ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ സജ്ജീകരിക്കുന്നുണ്ട്. എല്ലാവരും പങ്കാളിയാകണം. അൽഹംദുലില്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചാനൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഓർക്കണം, ചേർക്കണം. എല്ലാവരെയും ഓർക്കും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.